മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 13 വാക്യം നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 49 വേഴ്സ് 13. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തു പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ഒരു വിവേകിയായ വൃദ്ധൻ തന്റെ 2 പുത്രന്മാരോടൊപ്പം ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അവർക്കാകെ സ്വന്തമായുള്ളത് ഒരു കുതിര മാത്രമായിരുന്നു. ഒരിക്കൽ ആ കുതിര കാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയെന്നറിഞ്ഞതോടെ മകൻ വിളറിപ്പോയി. നമ്മുടെ സമ്പത്ത് നശിച്ചു വച്ചാ അയാൾ വിലപിച്ചു. അങ്ങനെ പറയരുത് കുഞ്ഞെ, ഇതൊരു ഭാഗ്യത്തിന്റെ ആരംഭമാകാം. അതേ, വൃദ്ധൻ പറഞ്ഞത് ശരിയായി. അടുത്ത ദിവസം നഷ്ടപ്പെട്ട കുതിര മറ്റൊരു കുതിരയെയും കൂട്ടി വീട്ടിലെത്തി. അച്ഛാ, നമ്മുടെ ഭാഗ്യം, നാം രക്ഷപ്പെട്ടു. ആ കുതിരകളെ ബന്ധിക്കുമ്പോൾ മകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അങ്ങനെ പറയരുത് മോനെ, ഇതൊരു ദൗർഭാഗ്യത്തിന്റെ ആരംഭമാകാം, അപ്പൻ പറഞ്ഞു. ആ വാക്കുകൾ മകൻ തള്ളിക്കളഞ്ഞു. ഈ സന്തോഷത്തിൽ അച്ഛനല്ലാതെ മറ്റാരും ഇങ്ങനെ പറയില്ല. പുതുതായി വന്ന കുതിരയെ പരിശീലിപ്പിക്കുമ്പോൾ അതിന്റെ പുറത്തു നിന്നും വീണ് മകന്റെ 2 കാലും ഒടിഞ്ഞു. കിടക്കയിൽ വേദന കൊണ്ട് പിടയുമ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാണ്. നമുക്ക് ദൗർഭാഗ്യം വന്നു, നമ്മൾ ഭാഗ്യഹീനരാണ്. പക്ഷെ വൃദ്ധൻ സ്വാന്തനിച്ചു. അങ്ങനെ പറയരുത് മോനെ, ഇതൊരു ഭാഗ്യത്തിന്റെ ആരംഭമാകാം. വൃദ്ധൻ പറഞ്ഞത് ശരിയായി. രാജാവ് നിർബന്ധിത സൈനിക സേവനം നടത്താൻ തീരുമാനിച്ചിരുന്നു. 16-നും 35-നും ഇടയ്ക്കുള്ള എല്ലാ യുവാക്കളും സൈന്യത്തിൽ ചേർക്കപ്പെട്ടു. കാലൊടിഞ്ഞു എന്ന കാരണത്താൽ ഈ യുവാവ് മാത്രം തിരസ്കരിക്കപ്പെട്ടു. അവന് വലിയ സന്തോഷമായി. യുദ്ധം ചെയ്ത് മരിക്കാതിരിക്കാമല്ലോ, യുവാവ് പറഞ്ഞു. ഇതൊരു ദൗർഭാഗ്യത്തിന്റെ ആരംഭമായിരിക്കാം മോനെ, വൃദ്ധൻ വീണ്ടും പറഞ്ഞു. അത് ശരിയായിരുന്നു. പട്ടാളത്തിൽ പോയ മക്കളുടെ രൂപ കിട്ടിയപ്പോൾ അയൽവക്കത്തും നാട്ടിലും വീട്ടിലുമെല്ലാം വലിയ സന്തോഷം. അത് കണ്ടപ്പോൾ മകൻ ദുഃഖത്തോടെ പറഞ്ഞു, ഞാനും ഇപ്പോൾ ഒരു ജോലിക്കാരനായേനെ. അങ്ങനെ പറയാൻ വരട്ടെ മകനെ, ഇതൊരു ഭാഗ്യത്തിന്റെ ആരംഭമാണ്. അപ്പന്റെ സമാശ്വാസ സ്വരം അങ്ങനെയായിരുന്നു. അത് തന്നെ സംഭവിച്ചു. ആ രാജാവ് തൊട്ടടുത്ത രാജാക്കന്മാരുമുള്ള ഏറ്റുമുട്ടൽ പരാജയപ്പെട്ടു. സൈന്യങ്ങളും വധിക്കപ്പെട്ടു. വൃദ്ധനും മകനും സന്തുഷ്ടരായി ശേഷിച്ച കാലം ദൈവപരിപാലനയിൽ ആശ്രയിച്ചു കഴിഞ്ഞു. അതെ, നമുക്ക് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കാം. നമ്മുടെ കർത്താവിശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.